ഫെബ്രുവരി 4 നിശ്ചയിച്ചിരിക്കുന്ന KSRTC പണിമുടക്കിന് മാറ്റമില്ല. KSRTC CMD വിളിച്ച ചർച്ച പരാജയമെന്നും പണിമുടക്കുമായി മുന്നോട്ടു പോകുമെന്നും TDF ജീവനക്കാരുടെ ശമ്പളം നൽകുന്നതിൽ പോലും കൃത്യമായി ഒരു നടപടിയും മാനേജ്മെന്റിന് ഉറപ്പു നൽകാൻ കഴിയുന്നില്ലെന്നും TDF ആരോപിച്ചു. ഫെബ്രുവരി 4 KSRTCയിൽ INTUC സംഘടനകളുടെ കൂട്ടായ്മയിൽ ട്രാൻസ്പോർട്ട് ഡെമോക്രാറ്റിക് ഫെഡറേഷൻ പണിമുടക്കും. 3 അർദ്ധരാത്രി മുതൽ 24 മണിക്കൂർ പണിമുടക്കാണ് TDF ആഹ്വാനം ചെയ്തിട്ടുള്ളത്. ശമ്പളവും പെൻഷനും കൃത്യമായി വിതരണം ചെയ്യുക, 31% DA കുടിശ്ശിക അനുവദിക്കുക, ദേശസാത്കൃത റൂട്ടുകളുടെ സ്വകാര്യവൽക്കരണം അവസാനിപ്പിക്കുക, ശമ്പള പരിഷ്കരണ കരാറിന്റെ സർക്കാർ ഉത്തരവിറക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് സമരം പ്രഖ്യാപിച്ചത്. സമരം പിൻവലിക്കാനും തൊഴിലാളികളെ കേൾക്കുവാനും KSRTC CMD വിളിച്ചു ചേർത്ത ചർച്ച പരാജയപ്പെട്ടുവെന്നും പണിമുടക്കുമായി മുന്നോട്ടു പോകുന്നെന്നും TDF അറിയിച്ചു. 31% DA കുടിശ്ശികയാണ് സ്ഥാപനത്തിലുള്ളത്. UDF സർക്കാർ 4000 പുതിയ ബസ്സുകൾ ഇറക്കിയെങ്കിൽ ഇടതുപക്ഷ സർക്കാർ 101 ബസ്സുകളാണ് KSRTCക്ക് നൽകിയത്. 8.5 വർഷത്തിനിടെ ഒരിക്കൽ പോലും കൃത്യസമയത്ത് ശമ്പളവും പെൻഷനും നൽകിയിട്ടില്ലെന്നും TDF ആരോപിക്കുന്നു. കേരള വിഷൻ ന്യൂസ്, തിരുവനന്തപുരം.